അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ മനോഹരമായ സർഗസംഗമത്തിലാണ് നമ്മളേവരുമുള്ളത്. കല, ഇസ്ലാം കലയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കലയോട് ഇസ്ലാം കലഹിക്കുന്നത് അതിൽ വൃത്തികേടുകളും തോന്നിവാസങ്ങളും കടന്നുകൂടുമ്പോൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ സാഹിത്യ കുലപതിമാരെന്ന് അവകാശപ്പെടുന്ന അന്നത്തെ അറബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാവ്യശകലങ്ങൾ കൊണ്ട് തെറി പറയുവാൻ ശ്രമിക്കുന്ന ഒരു സമയമുണ്ട്. ഞങ്ങളിൽ ഒരു നിന്ദ്യനായ മനുഷ്യനുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തെ ധിക്കരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ദീനിനെ ഞങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നുവെന്ന് കവിതാരൂപത്തിൽ പറയുകയും മറ്റനേകം കവിതകളെ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടുകയും ചെയ്ത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഉഹ്ജുഹും വജിബ്രീലു മഅക്, നീ അവരെ ആക്ഷേപശരങ്ങളെ കവിതയിലൂടെ തന്നെ ചെറുക്കുക, താങ്കളോടൊപ്പം ജിബ്രീലുണ്ട് എന്ന് പറഞ്ഞ സ്വഹീഹായ ഹദീസിൽ വന്ന കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനോഹരമായ കവിതകളിലൂടെ തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രതിരോധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കവിത പാടിയ ആൾ. പക്ഷേ ഇസ്ലാം ആശ്ലേഷിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി അദ്ദേഹം കവിത പാടുന്നുണ്ട്. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യൻ നിർമ്മിത വാള് പോലെ തിളങ്ങുന്നവരാണ് എന്ന് പ്രശംസിച്ച് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനിയായി അത് കേൾക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു വരുന്നു. കല്യാണ വീട്ടിൽ പെൺകുട്ടികൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. ബദറിന്റെ രണോത്സുകമായ ചരിത്രത്തെ ഓർത്തെടുത്തുകൊണ്ടാണ് ആ കുട്ടികൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ചില വരികൾ പാടി. വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ നാളെയുടെ കാര്യങ്ങൾ അറിയുന്നവരാണ് എന്ന് പറഞ്ഞപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർക്കുന്നത്. അരുത്, പറയരുത്, ഞാൻ നാളെയുടെ കാര്യങ്ങൾ അറിയുന്നവനല്ല, ഞാൻ അടിമയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അതിനേക്കാൾ വലിയ പട്ടങ്ങളൊന്നും നിങ്ങൾ എനിക്ക് ചാർത്തിത്തരല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ പാട്ടുകൾ, കവിതകൾ ആളുകളോട് കുറഞ്ഞ സമയത്തിൽ 4 മിനിറ്റ് കൊണ്ട്, 3 മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് കൊണ്ടൊക്കെ വലിയ വലിയ ആശയങ്ങളുടെ ആകാശം തുറന്നു വെക്കുവാൻ കഴിയുന്ന വിസ്മയങ്ങളാണ്. ഒരു മണിക്കൂറുള്ള പ്രഭാഷണം, അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ കുറഞ്ഞ വരികളിൽ അവതരിപ്പിച്ചെടുക്കുവാൻ കഴിയുക എന്നുള്ളത്, പറഞ്ഞു തീർക്കുവാൻ കഴിയുക എന്നത്, അത് ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുവാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കഴിവ് തന്നെയാണ്. തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ്. കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായ കവി, അദ്ദേഹം ഹിച്ച്കോക്ക് എന്ന് പറയുന്ന സായിപ്പിനെ കുറിച്ചെഴുതിയ കവിത, ആ കവിതക്കൊരു പശ്ചാത്തലമുണ്ട്. ഈ വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ഹിച്ച്കോക്കിൻ്റെ പ്രതിമ, അത് മോങ്ങം പ്രദേശത്ത്, മലപ്പുറം കൊണ്ടോട്ടിക്കടുത്തുള്ള മോങ്ങം പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിതമാകുന്നുണ്ട്. ആ പ്രതിമ, അതിൻ്റെ പിന്നിലുള്ള ചരിത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് കവിതയെയാണ്. എന്നിട്ട് അദ്ദേഹം അതിലൂടെ ഈ ആളെ പ്രശ്നവൽക്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞമ്മളത്ര ബാപ്പമാരെ കേറ്റിയന്ന് തൂക്കില്, ഞമ്മളുമ്മ പെങ്ങമാരെ
കാട്ടിയ ഹാലാക്കിന് ഉപ്പമാരെ താടിനുള്ളിൽ സൂചി കയറ്റി കാലില് അപ്പുറം കാടൽ കടത്തിയാക്കിയന്ത മാനില്. ഇങ്ങനെ തുടങ്ങി അയാളും അയാളുടെ കൂട്ടരും ചെയ്ത സായിപ്പുമാരും ചെയ്ത ക്രൂരതകളെ പറ്റി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ആ സ്ഥലത്തേക്കിൻ്റെ വിഷയങ്ങൾ, ഈ വിഷയം അദ്ദേഹം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. മഞ്ചേരി നിന്നഞ്ചാറ് മേല് ദൂരമേ മോങ്ങത്തില് സഞ്ചരിക്കുന്നോര് കണ്ടിടുന്നതാ നീരത്തില് ചത്തുപോയ ഹിച്ച്കോക്ക് സായിപ്പിന്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആബലാലിൻ സ്മാരകം. അദ്ദേഹത്തിന്റെ വൈകാരികതക്ക് തീപിടിക്കുകയാണ്. അദ്ദേഹം വളരെ രൂക്ഷമായ രീതിയിൽ ഈ ചരിത്രത്തെ പറഞ്ഞ് സമൂഹത്തെ ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ പ്രതിമ ഒരു നീചൻ്റേതാണെന്ന്, അയാളുടെ കൈകളിൽ മലബാറിലെ മുസ്ലിം മാപ്പിളയുടെ ചോര പുരണ്ടിട്ടുണ്ട് എന്ന് വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഓരോ നമ്മളുടെ നെഞ്ചിലാണ് കല്ലുകയറ്റി വെച്ചത്, നമ്മളുടെ കൂട്ടരെയാണാസുവേറ് കൊന്നത്. ഇങ്ങനെ പറഞ്ഞ് രൂക്ഷമായിട്ട് അദ്ദേഹം ഈ പ്രതിമയുടെ പിന്നിലുള്ള ചരിത്രം പറയുന്നതും ആ പ്രതിമ അവിടെ നിന്ന് തകർക്കപ്പെടുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. കവിതയ്ക്ക് ഗാനത്തിന് ഒക്കെ വല്ലാത്തൊരു വശ്യതയുണ്ട്, അത് ജനങ്ങളോട് സംവദിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അപ്പുറത്തെ ഖുർആൻ ഒരത്ഭുതമായി നമുക്ക് മുന്നിലുണ്ട്. ഈസാ അലൈഹിസ്സലാം അദ്ദേഹം കടന്നു വരുന്നത് വൈദ്യം വളരെ സജീവമായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ്. അവിടെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുവാനും രോഗം ശമിപ്പിക്കുവാനുമുള്ള മുഅ്ജിസത്ത് കൊടുത്തുകൊണ്ട് ഈസാ അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിക്കുന്നത്. മൂസ അലൈഹിസ്സലാം മാരണവും മായാജാലവുമെല്ലാം സജീവമായ ഒരു സമൂഹത്തിലേക്കാണ് കടന്നു വരുന്നത്. അവിടെ അദ്ദേഹത്തിന് വലിയ അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായി മൂസ അലൈഹിസ്സലാമിന് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. വലിയ സാഹിത്യ തറവാട്ടിലെ കാരണവന്മാരാണെന്ന് അഹങ്കരിക്കുന്ന ഖുറൈശികളിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. അവരുടെ കവിതകളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഖുർആൻ അവരുടെ മുന്നിൽ ഒരു സാഹിത്യ അത്ഭുതമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഖുർആൻ എത്ര വലിയ അത്ഭുതമാണ്! ഖുർആനിൻ്റെ സാഹിതീയ ഭംഗി എത്രമാത്രം നമ്മളുടെ മനസ്സുകളെ സ്പർശിക്കുന്നതാണ്. ഞാൻ കൊച്ചു പാട്ടുകളൊക്കെ എഴുതാറുണ്ട്. ഈ പാട്ടുകൾ എഴുതുന്ന സമയത്ത്, ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടേ ഇരുന്നിട്ട് അത് പിന്നീട് പബ്ലിഷ് ചെയ്തതിന് ശേഷം കേൾക്കുമ്പോൾ ഒരുപാട് കേട്ട് കഴിഞ്ഞതിൻ്റെ ഒരരോചകം നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ തന്നെ എഴുതി, നമ്മൾ തന്നെ ഒരുപാട് കേട്ട കാവ്യശകലങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ തന്നെ മനസ്സിന് മടുപ്പുണ്ടാക്കും. എന്നാൽ ഖുർആൻ എത്ര തവണയാണ് നമ്മൾ ആവർത്തിച്ചു പാരായണം ചെയ്യുന്നത്? സൂറത്തുൽ ഫാത്തിഹ എത്ര തവണയാണ് ഒരു ദിവസം തന്നെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? എന്നെങ്കിലും എപ്പോഴെങ്കിലും അതൊരു അരോചകമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അത്ഭുതമല്ലേ? അതെത്ര വലിയ അത്ഭുതമാണ്. ഖുർആനിന്റെ മനോഹാരിത. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മഥാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. അല്ലാഹുവാണ് ഏറ്റവും മനോഹരമായ ഈ സംസാരത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. കിതാബൻ മുതശാബിഹൻ, പരസ്പര സാദൃശ്യമുള്ള വചനങ്ങളുള്ള ഗ്രന്ഥം. മഥാനിയ, ആവർത്തിച്ചു വരുന്ന വചനങ്ങളുള്ള ഗ്രന്ഥം. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അത് പിന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അത് രോമാഞ്ചമുണ്ടാക്കുമെന്ന്, അത് അവരിൽ രോമാഞ്ചമുണ്ടാക്കുമെന്ന് ഖുർആൻ പറയുകയാണ്. ഖുർആൻ നമ്മളുടെ അനുഭൂതിയുടെ, ആനന്ദത്തിൻ്റെ, ആശയക്കടലിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന വിസ്മയിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഖുർആനിനേക്കാൾ മനോഹരമായത്, ഖുർആനിന് പകരം വെക്കുവാനുള്ളതൊന്ന് കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്ന് സാഹിത്യ തറവാട്ടിലെ കാരണവന്മാരെ ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട്. ഇന്നും ഇപ്പോഴും ആ വെല്ലുവിളിയായി കൊണ്ട് തന്നെ തുടരുന്നുണ്ട്. ആ വെല്ലുവിളിയെ സ്വീകരിക്കുവാനോ ഏറ്റെടുക്കുവാനോ ഒരാൾക്കും കഴിയാത്തത് ഖുർആനിൻ്റെ സാഹിത്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്, സാഹിത്യങ്ങളുടെ എല്ലാം സാഹിത്യവും അതിനെയെല്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത, ഭാഷകൾ സമ്മാനിച്ച അള്ളാഹുവിൻ്റെതാണ് എന്നതുകൊണ്ടാണ്. ആ അജയ്യത എന്നും നമുക്ക് മുന്നിൽ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരെ
തെറിയും മോശപ്പെട്ട സംസാരങ്ങളും വികൃതമായിട്ടുള്ള സംസാരങ്ങളുമെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇസ്ലാമിൻ്റെ ആളുകളാണ്, ഖുർആനിനെ നെഞ്ചേറ്റുന്ന ആളുകളാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, നമ്മളിവിടെ ഒരു കൊലപാതകവുമായി വിവാദമായ സന്ദർഭത്തിൽ ഹൈക്കു കവിതകൾ എന്ന പേരിൽ ചില കവിതകൾ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചില ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ആളുടെ ഫേസ്ബുക്കിൽ വന്ന ഹൈക്കു കവിതകൾ, 2-3 വരികൾ മാത്രമുള്ള വാക്കുകളിൽ മനോഹരമായിട്ട് ആശയങ്ങൾ പറയാൻ കഴിയുന്ന കവിതകൾ. ഞാൻ പറയുന്നത്, ഇസ്ലാമിനെതിരെ ആളുകളുടെ സംസാരങ്ങളും ഇസ്ലാമിനെതിരെ തെറിവിളികളും ഉണ്ടാകുമ്പോൾ നമ്മളുടെ പേനയും നമ്മളുടെ ശബ്ദവും അതിനെതിരെ ഉയരേണ്ടതുണ്ട്. നമ്മളുടെ സർഗവാസനക്ക് തീപിടിക്കേണ്ടതുണ്ട്. നമ്മൾ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെയുള്ള നമ്മളുടെ കഴിവുകളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്.